നമസ്കാരം. RSSൻ്റെ രണ്ടാം സർസംഘചാലകയായിരുന്ന ഗുരുജി ഗോൾവാൾക്കർ, മാധവ് സദാശിവ് ഗോൾവാൾക്കർ, അദ്ദേഹത്തിൻ്റെ ചിന്തകളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് വിചാരധാര. അദ്ദേഹം രചിച്ച പുസ്തകമാണെന്ന് പലപ്പോഴും ഒരു തെറ്റായ ധാരണ പൊതുസമൂഹത്തിൽ പരന്നിട്ടുണ്ട്. അതല്ല, അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രഭാഷണങ്ങളും ലേഖനങ്ങളുമെല്ലാം സമാഹരിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള സമ്പൂർണ്ണ കൃതിയല്ലത്. എന്നാലും അദ്ദേഹത്തിൻ്റെ പല ചിന്തകളും ഒക്കെ ചേർത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു പുസ്തകമാണ് വിചാരധാര. അതിൽ ആഭ്യന്തര ഭീഷണികളെന്നൊരു അധ്യായമുണ്ട്. അതിൽ ഭാരതത്തെ സംബന്ധിച്ച് 3 ആഭ്യന്തര ഭീഷണികളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഭാരതത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആഭ്യന്തര ഭീഷണികൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഈ ആഭ്യന്തര ഭീഷണികൾ നിലനിൽക്കുമെന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രഭാഷണങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള 3 ആഭ്യന്തര ഭീഷണികൾ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇസ്ലാമിക ഭീകരവാദം, 2 കമ്മ്യൂണിസം, 3-മത്തത് ക്രിസ്ത്യൻ മതപരിവർത്തനവാദം. ഈ 3-മത്തെ ക്രിസ്ത്യൻ മതപരിവർത്തനവാദത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഇപ്പോൾ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്ടിൻ്റെ അമെൻമെൻ്റ് ഉണ്ടല്ലോ, അതിനോടുള്ള കൂട്ടിച്ചേർക്കൽ, അത്തരത്തിലുള്ള വിദേശത്തു നിന്ന് സഹായം ലഭിക്കുന്ന ഏതൊരു സംഘടനയ്ക്കും ബാധകമായിട്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിൽ ചില ഭേദഗതികൾ വരുത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത് ആഭ്യന്തര സുരക്ഷയ്ക്ക് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അത് സത്യം തന്നെയാണ്. അതിനെ എതിർത്തുകൊണ്ട് ക്രിസ്ത്യൻ സഭകളും പ്രത്യേകിച്ച് വൈദികന്മാരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള നിരവധി വാർത്തകൾ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിശകലനങ്ങളും ചർച്ചകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ തന്നെ അത്തരത്തിലൊരു ചർച്ചയിൽ ഭാഗഭാക്കായിരുന്നു. ആ വിഷയത്തിൽ വൈദികന്മാരുടെ പ്രതികരണങ്ങൾ അനുദിനം കൂടുതൽ രൂക്ഷവും ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ലോജിക്കില്ലാത്ത വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആകെ ഒരു പരിഭ്രാന്തരായ അവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഇതിനെ നേരിടുന്നതോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നതോ. ഈ FCRA വരുന്നതിനെതിരെ, FCRA അമെൻമെൻറ്റ് വരുന്നതിനെതിരെ അവർ പ്രതികരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ പലതും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇവിടെയാണ് ഗുരുജി പണ്ട് പറഞ്ഞ ഈ ആഭ്യന്തര ഭീഷണി എന്ന കാര്യം കൃത്യമായി ഇവരിൽ നിക്ഷിപ്തമാകുന്ന, അല്ലെങ്കിൽ ഇവർക്ക് യോജിക്കുന്നത്. അപ്പോൾ ഇവരെ യോജിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഗുരുജി ഒരിക്കലും ക്രിസ്തുവിനെതിരായിരുന്നില്ല. കാരണം അദ്ദേഹം തന്നെ പലപ്പോഴും അദ്ദേഹം ആദരിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ആദ്യം എടുത്തു പറഞ്ഞ പേരുകളിലൊന്ന്, അല്ലെങ്കിൽ എടുത്തു പറഞ്ഞിരുന്ന പേരുകളിലൊന്ന് ക്രിസ്തുവിൻ്റേതായിരുന്നു. കാരണം ക്രിസ്തുവിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ത്യാഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ പേര് ചീത്തയാക്കുന്നതിൽ എനിക്ക് വല്ലാത്ത ധർമ്മസങ്കടമുണ്ട് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളായി ഗുരുജി ഉദ്ദേശിച്ചതാരെയാണ്? ഈ വൈദികരെയാണ്, അല്ലാതെ ക്രിസ്ത്യൻ സമൂഹത്തെ അല്ല. ഈ ക്രിസ്ത്യൻ സമൂഹത്തിലെ വൈദികരെ അദ്ദേഹം കൃത്യമായി തന്നെ ലക്ഷ്യമിട്ട് ഇത്തരം പ്രസ്താവനകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സമൂഹത്തിന് മുൻപിൽ അവരെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം മതപരിവർത്തനമായിരുന്നു. അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം ഭാരതത്തിൽ നിലനിൽക്കുന്ന കാലത്ത് ഈ വൈദികരൊന്നൊഴിയാതെ പ്രവർത്തിച്ചിരുന്നത് ഒരു മതപരിവർത്തനത്തിന് വേണ്ടി, ഈ കൊളോണിയൽ രാജസംസ്കാരത്തിൻ്റെ ഒരു തുടർഭരണം നിലനിർത്തുവാൻ വേണ്ടി ഇവിടെ ഒരു ക്രിസ്ത്യൻ മത വ്യാപനം അത്യാവശ്യമാണ് എന്നുള്ളൊരു ചിന്താസരണിയിലുമായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു വൈദികൻ പോലും ഭാരതത്തിന് സ്വരാജ്യം വേണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്ന് മുദ്രാവാക്യം മുഴക്കി മുന്നിട്ടിറങ്ങി പോരാടിയിട്ടില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്, വിദ്യാഭ്യാസം ഭാരതത്തിന് നൽകി, അതിലേക്കൊക്കെ വരാം. നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ആ ഭാഗവുമൊന്നും സ്പർശിക്കാതെ കടന്നു പോകുവാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഒരു ബാക്കി പത്രമായിരുന്നു, അല്ലെങ്കിൽ അവർ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന ഈ കൊളോണിയൽ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു എന്നല്ല ഞാൻ പറയുന്നത്, പോർച്ചുഗീസുകാരുടെ കാലം മുതൽ അധിനിവേശകരായിട്ടുള്ള ഈ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ബൈ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഭരണം നിലനിർത്തുവാനുള്ള ഘടകങ്ങളിലൊന്ന്, ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു ക്രിസ്തു മതത്തിൻ്റെ മിഷനറിമാർ, അല്ലെങ്കിൽ വൈദികന്മാർ, അതിൻ്റെ പ്രചാരകന്മാർ. ആ പ്രചാരകന്മാരെ സംബന്ധിച്ചാണ് ഗുരുജി ഈ കാര്യം പറഞ്ഞിരുന്നത്. ആ ഒരു ആഭ്യന്തര ഭീഷണി എന്നുള്ളൊരു പട്ടം അവർക്ക് ഗുരുജി ചാർത്തിക്കൊടുത്തത് ഇന്ന് സത്യമായിരുന്നു എന്നവർ നേരിട്ട് തെളിയുകയാണ്. അവരിൽ ചിലരെങ്കിലും, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്റ്റോട്ടം തിരുമേനി, മായർവേനിയോസ് തിരുമേനി, മാർ ഗ്രിഗോറിയസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ വാത്സല്യം നേരിട്ട് അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ.
ഇവരെപ്പോലെ സാത്വികരായിട്ടുള്ള വൈദികർ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കേരളത്തിൽ തന്നെ ജീവിച്ചിരുന്നു. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറേ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ബാവമാരും കുറേ കൂർലോസ് ഗിറിഗിറികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബാവമാരാണെന്നും പറഞ്ഞ് വൈദിക വേഷം ധരിച്ച് ഭാരതത്തിനെതിരായിട്ട്, ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവരുടെ ലക്ഷ്യങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴുന്ന ഏത് നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാലും അതിനെ എതിർക്കുവാൻ അവരുടെ പിന്നിലുണ്ട് എന്നവർ പറയുന്ന വോട്ട് ബാങ്കിനെ കാട്ടി ഭീഷണിപ്പെടുത്തി അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് സർക്കാരുകളെ പിന്തിരിപ്പിക്കുന്നതിൽ ഏറെക്കാലം അവർ വിജയിച്ചിരുന്നു, കേന്ദ്ര സർക്കാരുകളെ പ്രത്യേകിച്ചും. പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാർ പലപ്പോഴും അത്തരത്തിലുള്ള നടപടികൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികൾക്കോ വഴങ്ങാറില്ല. അതുതന്നെയാണ് അവരുടെ ഒരു ആദി. അതുകൊണ്ട് തന്നെ BJPയുടെ കേരള ഘടകത്തെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല കേട്ടോ, ഞങ്ങൾ നിങ്ങളോട് അടുക്കില്ല കേട്ടോ, മണിപ്പൂരിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. മണിപ്പൂരിലൊരു പ്രശ്നവുമില്ല. മണിപ്പൂരിലുള്ള പ്രശ്നങ്ങളിലേക്കും വരാം. കാരണം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പഞ്ചാബ് ഉൾപ്പെടെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലുമെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നതിലൊരു പ്രധാന പങ്ക് ഈ വിഭാഗം വഹിക്കുന്നുണ്ട്. അതിലേക്കും വരാം. ഇവർ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവർക്ക് വീഞ്ഞും അപ്പവും വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും മറ്റ് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ ഈ സംഭാവനകൾ നൽകുന്ന വിദേശികളുണ്ടല്ല, അവരുടെ ഗൂഢോദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിലേക്ക് ഇവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇവർ ഈ കാട്ടുന്ന പരിഭ്രാന്തി. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ന്യായമായി ലഭിക്കുന്ന ഒരു പണമാണ് അല്ലെങ്കിൽ തുകയാണ് ഈ സംഭാവനയെങ്കിൽ, വിദേശത്ത് നിന്ന് തന്നെയുള്ള സംഭാവനയുടെ കാര്യമാണ് പറയുന്നത്, അത്തരത്തിലുള്ളൊരു സംഭാവനയാണിതെങ്കിൽ ഇതിൻ്റെ കണക്ക് ആദായ നികുതി വകുപ്പിൻ്റെ മുൻപിലെങ്കിലും അവതരിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്നതിൽ എന്താണ് ഇവർക്ക് പ്രശ്നം? അത് ചെലവാക്കുന്നതിൽ ഇത്ര ഭാഗമേ ഇന്ന ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ 2010 നിലവിൽ വന്നതാണ്, കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നതാണ്. ആ വ്യവസ്ഥയിലൊരു പരിഷ്കരണം വരുത്തുന്നതിൽ എന്താണ് ഇവർക്ക് ഇത്ര അസ്വസ്ഥത? അത് കൃത്യമായിട്ട് ഇവരൊരിക്കലും പറഞ്ഞിട്ടില്ല. മതപരിവർത്തനത്തെ സംബന്ധിച്ചാണ് ഇന്നലെ ഒരു വൈദികൻ പറയുന്നത് കേട്ടു. പണ്ടൊക്കെ 100 500 ഒക്കെ നടന്നിരുന്നിടത്ത് ഇപ്പം 4 5 ഒക്കെ നടക്കുന്നുള്ളൂ. വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ബാവ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ ക്ലിഞ്ഞോ ബാവ, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം വന്നിരുന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പരിതപിക്കുന്നത് കേട്ടു. ഈ മതപരിവർത്തനത്തിനെതിരെയുള്ള അനധികൃതമായ, ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അനധികൃതമായ മതപരിവർത്തനം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടപടി കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ആലോചിച്ച് നോക്കും, ഇവരുടെ വാക്കുകളിൽ പോലും പലപ്പോഴും ആ ഒരു സത്യസന്ധത അറിയാതെ പുറത്ത് ചാടുന്നുണ്ട്. വൈദികരെ സംബന്ധിച്ച് പറയുവാൻ പാടില്ലാത്തതാണ്, എന്നാൽ പോലും പറയുന്നു. ഈ സുരാജ് വെഞ്ഞാറമ്മൂടെ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ, എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ഉള്ളിൽ ആ ഫ്രോഡ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും എന്ന് പറഞ്ഞതുപോലെ അറിയാതെ സത്യം ഇവർ വിളിച്ച് പറഞ്ഞു പോകുന്നു എന്നുള്ളൊരവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായി നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത് ഈ ആഭ്യന്തര ഭീഷണികൾ എന്നുള്ള ഒരു വിഭാഗത്തിൽ ഇവരെ പെടുത്തേണ്ടത് അവശ്യമായി വന്നിരിക്കുകയാണ്, അത്യാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇവർ പറയുമല്ലോ, മണിപ്പൂരിൽ പ്രശ്നങ്ങളാണ്, ത്രിപുരയിൽ പ്രശ്നങ്ങളാണ്, അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു, ഇത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഇവർ തന്നെയാണ്. കാരണം ഒരു പരിധിയില്ലാത്ത മതപരിവർത്തനം അവിടെ നടപ്പാക്കി ആ മതപരിവർത്തനത്തിന് വിധേയരാകാത്ത ഒരു ഗോത്രമുണ്ടെന്ന് വയ്ക്കുക, എക്സ് ഗോത്രത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ചെന്ന് പാൽപ്പൊടിയും അരിയും എല്ലാം കൊടുത്ത് കുറേ പേരെ മതം മാറ്റുന്നു. ആ ഗോത്രത്തിൽ തന്നെ അവരുടെ തനതായ സംസ്കൃതിയെ മുറുകെ പിടിച്ച് ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ടാകും. പിന്നെ ഉണ്ടാകുന്നത് ഈ 2 ഗോത്രങ്ങൾ തമ്മിൽ, അതായത് ഈ ഗോത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആഭ്യന്തര കലഹം ഇവരുണ്ടാക്കും. അവർ ഈ ക്രിസ്ത്യാനികളായവർ മറ്റുള്ളവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യും. ഇനി മറുവശത്ത് ഒരു ഗോത്രത്തെ മുഴുവൻ പരിവർത്തനം ചെയ്തു അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റൊരു ഗോത്രത്തെ ലക്ഷ്യമിടുക. അവർ ഈ സംസ്കൃതിയെ മുറുകെ പിടിച്ചതിനെ എതിർക്കുകയാണെങ്കിൽ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുത അവിടെ വളർത്തും. ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ചെയ്ത് തന്നെയാണ് മണിപ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ ഈ പ്രശ്നം ഇത്രയും വഷളായത്. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ കാലാകാലങ്ങളായി നിലനിന്നിരുന്നു. പക്ഷേ അവർക്ക് ആധുനിക ആയുധങ്ങൾ ലഭിക്കുന്നു. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അവർക്ക് ഇവരിൽ ചിലർക്ക് പരിശീലനം നൽകുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥകളൊന്നും ഒരു കാലത്തും ഗോത്രങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്നില്ല. തമ്മിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ഉന്തും തള്ളിലോ ഏറ്റവും കൂടുതൽ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നു, ഒരു മരണത്തിലും ഒക്കെ കലാശിക്കുന്ന, അപൂർവമായി ചില സന്ദർഭങ്ങളിൽ മാത്രം പൊട്ടിപ്പുറപ്പെടുന്ന ചില
ആഭ്യന്തര കലഹങ്ങളായിട്ട് ഉന്തും തള്ളും എന്ന് തന്നെ പറയാം. കലഹങ്ങളെന്ന് പോലും കലാപമെന്നൊന്നും പറയാനേ സാധിക്കില്ല. ഉന്തും തള്ളുമായി അവസാനിച്ചിരുന്നൊരു കാര്യത്തെ ഇത്രയും വഷളാക്കുന്നതിലൊരു പ്രധാന പങ്ക് ഈ വൈദികന്മാരും വഹിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇനി പഞ്ചാബിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ, പഞ്ചാബിൽ പലപ്പോഴും മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന, ആരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നം പഞ്ചാബിൽ കിടപ്പുണ്ട്. പഴയ ഒരു ഖാലിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ തീച്ചുളയിലൂടെ ആ സംസ്ഥാനം കടന്നുപോയ ഒരു ചരിത്രം കുറച്ചെങ്കിലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാമായിരിക്കണം. ഇല്ലെങ്കിൽ ഖാലിസ്ഥാൻ ഭീകരവാദത്തെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. അത് അടിച്ചമർത്തി അവസാനിപ്പിച്ചതാണ് ഭാരതത്തിൽ. അതിൻ്റെ ആ ഒരു കനലുകൾ വീണ്ടും ഒന്ന് ഊതിക്കത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പഞ്ചാബിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, പാകിസ്ഥാൻ്റെ ISIയുടെ ഭാഗമായിട്ട്. ഇവിടെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഖാലിസ്ഥാൻ ഭീകരവാദികൾ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോഴുള്ള പുതു ന്യൂ ജനറേഷൻ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ആരാണ്? നേരത്തെയുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഈ ഭിന്ദ്രൻവാലയെ പോലുള്ള തീവ്ര ചിന്താഗതിക്കാർ, അതായത് ഈ ഖാൽസ എന്ന ഗുരുക്കന്മാരുടെ, ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ആണെങ്കിലും ആദ്യ സിഖ് ഗുരുവായ ഗുരുനാനാക്കിൻ്റെയും ഈ ഖാൽസ എന്നുള്ള ആശയം മുഗളന്മാർക്കെതിരെ ഭാരത സംസ്കൃതിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ആശയമായിരുന്നു. ഒരു പോരാട്ട വീര്യം ഒരു വിഭാഗം ജനങ്ങളിൽ നിറയ്ക്കുവാനുള്ള ആശയങ്ങളായിരുന്നു. ഈ ഖാൽസയെ വക്രീകരിച്ച് അല്ലെങ്കിൽ വികൃതമാക്കി ഇത് ഭാരതത്തിനെതിരെയുള്ള ഒരു ആശയമായി ഉയർത്തിക്കൊണ്ടു വന്നതാണ് ഭിന്ദ്രൻവാലയെ പോലുള്ളവർ. കോൺഗ്രസിൻ്റെ സഹായത്തോടൊരു, കോൺഗ്രസ്സിന് അന്ന് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരുന്നു. അകാലിദളിനെ പോലുള്ള പ്രാദേശിക പാർട്ടികളുടെ ഒരു സ്വാധീനം പഞ്ചാബിൽ നിന്ന് ഇല്ലാതാക്കി കോൺഗ്രസ്സിന് പഞ്ചാബിൽ അധികാരം ഉറപ്പിക്കുക. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഇത്തരത്തിലുള്ള ചതികൾ ഗ്യാനി സെയിൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ തുടക്കം കുറിച്ചത്. ഈ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും 80കളിൽ പഞ്ചാബിൽ നിന്നായിരുന്നു. അതിന് മുൻപ് ഖാൽസ പഞ്ചാബിലുണ്ടായിരുന്നു, ഗുരുക്കന്മാരുടെ ഖാൽസ, ഖാലിസ്ഥാനികളില്ലായിരുന്നു. ഇതാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം. അതിനെ ഭിന്ദ്രൻവാലയോടൊപ്പം തന്നെ അടിച്ചമർത്തി പഞ്ചാബികൾ ഇതിനെ പൂർണ്ണമായി മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞതാണ്. അതിനുശേഷം ഈ ഖാലിസ്ഥാൻ വാദം പിന്നെയും പഞ്ചാബിൽ കുറച്ചെങ്കിലും, അത്ര രൂക്ഷമായിട്ടിപ്പോൾ വന്നിട്ടില്ല, എന്നാലും പ്രശ്നബാധിത പ്രദേശങ്ങൾ നിരവധിയുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ വിദേശത്തിരുന്ന് പല ഖാലിസ്ഥാനിയും മനസ്ഥിതിക്കാരും ചെയ്യുന്നുണ്ട്. ഈ പന്നു എന്നൊക്കെ പറയുന്ന വ്യക്തിയുടെ വീഡിയോകളൊക്കെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാത്തിൻ്റെയും ഒരു സ്രോതസ് എവിടുന്നാണ്? ദുഃഖകരമായൊരു സത്യം, ഇപ്പോൾ ഈ ഖാലിസ്ഥാൻ വാദം ഉയർത്തുന്നതിൽ ഒരു 90% സർദാർജിമാരും ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നുള്ള പേര് തന്നെ പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ്. മറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ. പല വീഡിയോകളും കാണാം. പഞ്ചാബി ഫോക്ക് സംഗീതത്തിൻ്റെ മാതൃകയിൽ ക്രിസ്തുവിനെ പ്രകീർത്തിച്ചുള്ള ഗാനങ്ങൾ, അതൊക്കെ നമ്മൾ ട്രോളായി കണ്ടു കളയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലൊരു ഒളിഞ്ഞിരിക്കുന്ന അപകടം ഈ ഖാലിസ്ഥാൻ വാദം വീണ്ടും പുനർജീവിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൽ ഒരു 90%, ഭൂരിഭാഗവും എന്ന് തന്നെ പറയാം, 90%-ന് മേൽ വരും. അതിൻ്റെ മേൽത്തട്ടിലുള്ള നേതാക്കളായി മുന്നിൽ വരുന്ന ആളുകളെല്ലാം പരിവർത്തിത സർദാർജിമാരാണ്, ക്രിസ്ത്യാനികളാണ്. ഈ പരിവർത്തനം എങ്ങനെ പഞ്ചാബിൽ സ്വാഭാവികമായി നടന്നതാണോ? പഞ്ചാബും ക്രിസ്തുമതവും തമ്മിൽ എന്ത് ബന്ധം? ഈ മതപരിവർത്തനത്തിന് വേണ്ടി അവിടെ ആസൂത്രിതമായി രംഗപ്രവേശം ചെയ്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ഏറ്റവും വലിയ ആസ്ഥാനം ചണ്ഡീഗറിലായിരുന്നു എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. ഈ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ പേരിലുള്ള കേസ് വന്നപ്പോഴാണ് അത് പലരും അറിയുന്നത്. ഇവിടെ എന്തിനാണ് ഇത്രയും വലിയൊരു ആസ്ഥാനം? ആ ആസ്ഥാനം, ആ കെട്ടിടവും ആ പ്രദേശവും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും നമ്മൾ. കാരണം അത്രയും വലിയൊരു, ഈ ഇതിൽ പറയില്ല, സെറ്റപ്പാണ്. അത്രയും വലിയൊരു, എന്താ പറയുക, ഒരു ആസൂത്രിതമായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന അത്ര വലിയ സജ്ജീകരണങ്ങളും ഒരു സുരക്ഷാ അംഗങ്ങളും ഒക്കെയായി ഒരു ഏതാണ്ട് ഒരു രാജാവിനെ പോലെയാണ് ഇത്തരത്തിലുള്ള പല വൈദികന്മാരും അവിടെ വാഴുന്നത്. അല്ലാത്തവർ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ഈ മതപരിവർത്തനം നടത്തി അവരുടെ പിന്നാലെ ഇത്തരത്തിലുള്ള ഗൂഢശക്തികൾ ഇവരുടെ ഇടയിലേക്ക് പ്രവേശിച്ച് ഖാലിസ്ഥാൻ വാദം പോലുള്ള വാദങ്ങൾ വീണ്ടും ഊതിക്കത്തിക്കുവാനായി വിഘടനവാദം പഞ്ചാബിൽ വീണ്ടും ആളിക്കത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുതൽ പഞ്ചാബ് വരെയുള്ള ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങളിൽ ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മറ്റൊരു പ്രശ്നം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഏറ്റവും അടിസ്ഥാനമായ സ്രോതസ്സ് പണമാണ്. ഈ പണം എവിടുന്ന് വരുന്നു? അവിടെയാണ് ഈ FCRA പ്രാധാന്യമർഹിക്കുന്നത്, പ്രധാനപ്പെട്ട ഒരു നിയമമായി നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത്. ഈ FCRA വഴി വിദേശത്തു നിന്ന് കണക്കില്ലാത്ത പണം ഇവരുടെ വിവിധ സംഘടനകളിലേക്കും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനകളിലേക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും, ആശുപത്രികളിലേക്കുമൊക്കെ ഒഴുകിയെത്തുന്നുണ്ട്. ഈ
പണത്തിൻ്റെ, ഈ ഒഴുകിയെത്തുന്ന വിദേശ പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച് അധികം നിയന്ത്രണങ്ങളൊന്നും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിയമങ്ങൾ ഇവരുടെ മേൽ ചുമത്തുന്നില്ല. അല്ലെങ്കിൽ നിരവധി പഴുതുകൾ ഇവർക്ക് ഈ പണം ദുർവിനിയോഗം ചെയ്യുവാൻ ഈ നിയമത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഒരു പരിമിതി പരിഷ്കരിക്കുവാനും അല്ലെങ്കിൽ പരിഹരിക്കുവാനും ഈ പഴുതുകളെ അടയ്ക്കുവാനും വേണ്ടിയാണ് ഇപ്പോൾ ഈ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അതിനെയാണ് ഇവർ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഇവർ ഭീഷണിയായി മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഗുരുജി ഗോൾവാൾക്കർ പണ്ട് പറഞ്ഞ ആഭ്യന്തര ഭീഷണികളിൽ ഒരു ഭീഷണി ഈ ക്രിസ്ത്യൻ മതപരിവർത്തനവാദമാണ്. എന്തുകൊണ്ടാണ് മതപരിവർത്തനവാദം ഭീഷണിയാകുന്നു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഭാരതത്തിൻ്റെ ഒരു തനതായ സംസ്കൃതിയെ ഒരു സെമിറ്റിക് മതം നശിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല. അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ക്രിസ്ത്യൻ മതപരിവർത്തനം, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ക്രിസ്ത്യാനികളായാലും യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികളായി അവർ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ആണ് ഗുരുജി ഗോൾവാൾക്കർ തന്നെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കണം. ക്രിസ്തുവിൻ്റെ പേര് ചീത്തയാക്കുന്ന വൈദികരുടെ, ഈ ക്ലിഞ്ഞോ ബാവമാരുടെയോ ഗിറിഗിറിയുടെയോ ഒന്നും അനുയായികളാവരുത്. ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കും. ഇത്തരത്തിൽ വിദേശത്തു നിന്നുള്ള പണം ദുരുപയോഗം ചെയ്ത് ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന ആളുകളെ കേരളത്തിലെ സമൂഹമെങ്കിലും തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയൊരു അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ, സംസ്ഥാനത്തെ സംബന്ധിച്ച് കേരളം ഒരു പ്രത്യേക രാജ്യമായി കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി അങ്ങ് ഭരിച്ച് നന്നാക്കി കളയുമെന്നുള്ള ഒരു ധാരണയും വേണ്ട. അതിലേക്കുള്ളൊരു ഇവരുടെ പല അവകാശവാദങ്ങളുമുണ്ട്. ഇവരുടെ ഒരു അവകാശവാദം ഞാൻ പറഞ്ഞില്ല, ഈ കൊളോണിയലിസത്തിൻ്റെ ബാക്കി പത്രങ്ങളാണിവർ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഉൽപ്പന്നങ്ങളാണിവർ. ഉപോൽപ്പന്നങ്ങൾ പോലുമല്ല, അവരുടെ നേരിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ആ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ ആശ്രിതരായിരുന്നു, അല്ലെങ്കിൽ കയ്യാളുകളായിരുന്നു, പിണിയാളുകളായിരുന്നു ഇവർ. ഇപ്പോൾ പോലും അവരിൽ പലരും ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ റെയിൽവേ തുടങ്ങിയ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഭാരതത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക എന്നുള്ള അവരുടെ ലക്ഷ്യത്തിൻ്റെ സൗകര്യാർത്ഥം മാത്രമായിരുന്നു. അല്ലാതെ എൻ്റെയോ നിങ്ങളുടെയോ പൂർവികരായിട്ടുള്ള ഭാരതീയർക്ക് യാത്രാ സൗകര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അതേ അവകാശവാദം തന്നെ ഇവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും, ഇവരുടെ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും ഒക്കെ പേരിൽ നടത്താറുണ്ട്. അതിൻ്റെ ഒരു മറുവശം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സ്ഥാപനം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നടക്കുന്നത്. ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിന് ആവശ്യമായ ക്ലർക്കന്മാരെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു വിദ്യാഭ്യാസ രീതി ജനങ്ങളുടെ ഇടയിൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന തദ്ദേശീയമായ, പ്രാദേശികമായ, വളരെ മനോഹരമായ, വളരെ കാര്യക്ഷമമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എല്ലാം നശിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനമാണ് ഇപ്പോഴും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ധരംപാൽ എന്നൊരു വ്യക്തി എഴുതിയ എ ബ്യൂട്ടിഫുൾ ട്രീ എന്നൊരു പുസ്തകമുണ്ട്. കുറച്ച് വലിയ പുസ്തകമാണ്. വളരെ സാങ്കേതികമായ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭാരതത്തിൽ ബ്രിട്ടീഷുകാരെത്തുമ്പോൾ നിലനിന്നിരുന്ന തദ്ദേശീയമായ വിദ്യാഭ്യാസ രീതികളെ, ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന് അനുയോജ്യമായ തരത്തിലുള്ള പ്രാദേശിക വിദ്യാഭ്യാസ രീതികൾ നിലനിന്നിരുന്നു. ആ വിദ്യാഭ്യാസം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ ജാതി മത ഭേദങ്ങളില്ലായിരുന്നു. മതമല്ല, ജാതി ഭേദമേ ഇല്ലായിരുന്നു. മതമൊരു വിഷയമേ അല്ലായിരുന്നു ഭാരതത്തിൽ. കാരണം ഈ ഒരു സെമിറ്റിക് മതം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്ത്യൻ മതം വ്യാപകമാകുന്നവരെ. ആ മതത്തിന് ഈ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ താല്പര്യവുമില്ലായിരുന്നു. ദൗർഭാഗ്യകരമോ ഭാഗ്യവശാലോ അത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ജാതിയുടെ ഒരു ഭേദമില്ലാതെ വിദ്യാഭ്യാസം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പ്രാദേശിക സംവിധാനങ്ങൾ, അതും കാര്യക്ഷമമായ വിദ്യാഭ്യാസം, വളരെ ക്രിയാത്മകമായിട്ടുള്ള, സക്രിയമായി സമൂഹത്തിൽ പ്രവർത്തിക്കുവാനുള്ള തലമുറകളെ വാർത്തെടുക്കുവാൻ പ്രാപ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് തെറ്റാണ്, ക്ഷമിക്കണം. പ്രാദേശികമായി നിരവധി വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു. ഇതിനെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഏക ഘടകം ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നത്. ഇതിനെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ തന്നെ വ്യാപകമായ പഠനം, വിശദമായ പഠനം നടത്തി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ
സമർപ്പിച്ച റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ആ പുസ്തകം വായിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോകും. ഈ പ്രാദേശിക വിദ്യാഭ്യാസ രീതികളുടെ ഒരു വ്യാപ്തിയും ഒരു വ്യത്യസ്തതയും എന്നാൽ അതിൻ്റെ ഒരു ഏകീകൃത സ്വഭാവവും കണ്ട് നമ്മൾ അമ്പരന്ന് പോകും. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും നശിപ്പിച്ചാണ് ഈ ക്ലർക്കന്മാരെ സൃഷ്ടിക്കുവാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതിൻ്റെ വ്യാപനത്തിനും സഹായകരമായി നിന്നത് വൈദികന്മാർ തന്നെയായിരുന്നു. പ്രാദേശിക രാജാക്കന്മാരുടെ എല്ലാം സഹായത്തോടുകൂടി അവരോടൊട്ടി നിന്ന് 100 ഏക്കറും 200 ഏക്കറും സ്ഥലങ്ങളെല്ലാം സ്വന്തമാക്കി കോളേജുകൾ സ്ഥാപിച്ച് പിൽക്കാലത്ത് ജനാധിപത്യ രീതിയിലേക്ക് ഭാരതം മാറിയപ്പോൾ എയ്ഡുകൾ വാങ്ങി, വമ്പൻ ഫീസുകൾ വാങ്ങി ഇവർ വിദ്യാഭ്യാസത്തിൽ സൗജന്യമായിട്ടാണോ ജനങ്ങളിൽ നൽകുന്നത്? അല്ല, സാമ്പത്തികമായ ഒരു കച്ചവടമായി തന്നെയാണ് ഈ വിദ്യാഭ്യാസം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സമുദ്ധായോദ്ധാരണത്തിനാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നുള്ള വാദം ഇനി ഏതെങ്കിലും വൈദികൻ പറയുന്നത് കേട്ടാൽ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകം വായിക്കുക. ധരംപാൽ എന്നുള്ള ഒരു വ്യക്തിയാണ് അത് എഴുതിയിരിക്കുന്നത്. ആമസോണിൽ ലഭ്യമാണ്. ഇനി ആതുര ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞാലും അതുതന്നെ. ഇത്തരത്തിലുള്ള ആതുര ശുശ്രൂഷാലയങ്ങൾ, ആശുപത്രികൾ പോലെ ഒരു കച്ചവട സ്ഥാപനങ്ങൾ മറ്റൊരിടത്തും കാണാൻ സാധിക്കുകയില്ല. കേരളത്തിന് പുറത്ത് തന്നെ, ഭാരതത്തിനുള്ളിൽ തന്നെ കേരളത്തിലുള്ളതുപോലെ ഇത്തരത്തിലുള്ള ആശുപത്രികൾ മറ്റൊരിടത്തും കാണുവാൻ സാധിക്കുകയില്ല. കച്ചവട സ്ഥാപനങ്ങളാണത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, സമുദ്ധായോദ്ധാരണമല്ല ഇവരുടെ ലക്ഷ്യം, കച്ചവടം തന്നെയാണ്. ആ കച്ചവടത്തിൻ്റെ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് പിണിയാളുകളായി ജോലി ചെയ്യുന്ന അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെയും ആനുകൂല്യങ്ങളുടെയും കണക്കില്ലാത്ത പണത്തിൻ്റെയും ഒക്കെ ഒഴുക്കിനൊരു തടസ്സമുണ്ടാകുമെന്നുള്ള ഭയമാണ് ഇവരുടെ ഈ വെപ്രാളം. അതിനപ്പുറം ഒന്നുമില്ല ഈ FCRAക്കെതിരെയുള്ള ഈ വൈദികരുടെ പ്രതികരണത്തിൽ. എന്തായാലും ഈ FCRA സംബന്ധിച്ചുള്ള വിവാദം ഇന്നോ നാളെയോ കെട്ടടങ്ങുവാൻ പോകുന്നില്ല. അതിന് തുടർന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ കേന്ദ്ര സർക്കാർ അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹം ഈ FCRA മാത്രം പോരാ, ലോക്കലായിട്ടുള്ള, അതായത് 5 നയാ പൈസ ഇതിൻ്റെ പേരിൽ, സമുദ്ധായോദ്ധാരണത്തിൻ്റെ പേരിൽ ഞങ്ങൾ ജനസേവനത്തിനായി വാങ്ങുന്നു, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വാങ്ങുന്നു എന്ന് ഏതെങ്കിലും മതസംഘടന, ക്രിസ്ത്യൻ മതസംഘടനയല്ല, ഹിന്ദു മതസംഘടനയായിക്കോട്ടെ, ഇസ്ലാമിക മതസംഘടനയായിക്കോട്ടെ, ജൈനരായിക്കോട്ടെ, ബുദ്ധരായിക്കോട്ടെ, സിഖുകാരായിക്കോട്ടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തി അത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഭാരതത്തിൻ്റെ നിയമമനുസരിച്ച് ചെയ്താൽ മതി എന്നുള്ള ഒരു നിയമം ശക്തമായി കൊണ്ടുവരണം. അല്ലാതെ കാനോൻ നിയമമല്ല ഭാരതത്തിൽ നിലനിൽക്കേണ്ടത്. കാനോൻ നിയമമോ ശരിയാ നിയമമോ അല്ല ഭാരതത്തിൽ നിലനിൽക്കേണ്ടത്. ഭാരതത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന എന്നുള്ളത് ഒരു ആകാശ പുസ്തകവുമല്ല, കാലാകാലത്ത് പരിഷ്കരിക്കാനുള്ളത് തന്നെയാണ് ഭരണഘടന. മനുഷ്യനിർമ്മിതമാണത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏതൊരു വ്യവസ്ഥയും അല്ലെങ്കിൽ നിയമവും കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചില്ലെങ്കിൽ അത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ദുഷിച്ചു പോകും. അതുകൊണ്ട് പരിഷ്കരണത്തിന് വിധേയമായ ഒരു പുസ്തകമാണ് ഭരണഘടന. അതും ഉറപ്പിച്ചു തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ആകാശ പുസ്തകമല്ല, വള്ളിപുള്ളി കുത്തുകോമ മാറ്റം വരുത്താതെ ലോകാവസാനം വരെ തുടരേണ്ട ആകാശ പുസ്തകമല്ല ഭരണഘടന. അതുകൊണ്ട് ആ ഭരണഘടനയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ത് വ്യവസ്ഥയാണോ അതിന് വിധേയരായി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ഭാരതീയ പൗരന്മാർ. അല്ലാത്തവർ ആഭ്യന്തര ഭീഷണികൾ തന്നെയാണ്. അതാണ് ഗുരുജി ഗോൾവാൾക്കർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.